ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. ലക്ഷദ്വീപിൽ പത്തിരി ഉണ്ടാക്കുന്നു നമ്മൾ. ഇതാണ് എൻ്റെ വട്ടുള്ളതായിട്ട് അഭിനയിക്കുന്ന ഉമ്മ. ഇതാണ് നമ്മുടെ ഇന്ദിര ടീച്ചർ. ഇതാണ് നമ്മുടെ പത്തിരി. ടീച്ചർക്ക് പത്തിരി ഉണ്ടാക്കുന്ന പഠിപ്പിച്ചിട്ട് ഞാൻ വ്ലോഗ് ഇട്ട് അപ്പം എടുത്ത് കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇട്ടതാണ്. അരിയാവുന്ന ഞാൻ നിങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചു തരാം, കുറച്ച് പുഷ്പങ്ങൾ കാണിച്ചു തരാം. ഇതാണ് പുഷ്പം. അപ്പം ഞാൻ പറയാൻ വന്നത് ആദ്യം അത് പറയട്ടെ. ഉമ്മ അവിടെ നിന്ന് എന്തോ അതാക്കിയിട്ട് ഞാൻ പറയാൻ മറന്നുപോയി. ലക്ഷദ്വീപിലത്തെ ഒരു ലോക്കൽ സാധനമാണ് പത്തിരി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പത്തിരി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ റേഷനരി ഇല്ലേ, ഞങ്ങൾക്ക് അവിടെ റേഷനരിയാണ് കിട്ടുന്നത്. നിങ്ങളുടെ അടുത്ത് മറ്റേ എന്താ മൊട്ടരിയോ ആ സാധനം കിട്ടാറില്ല. അപ്പോൾ റേഷനരി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുതിർത്ത് വെക്കാം. ഇപ്പോൾ ഒരു ഗ്ലാസ് മീൻസ് ഞങ്ങളവിടെ വലിയ ഗ്ലാസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ ഒരു ഗ്ലാസ്സൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ 4 പേർക്ക് ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് തന്നെ ധാരാളം. അപ്പോൾ നിങ്ങൾ എത്ര ആൾക്കാരാന്ന് വെച്ചാൽ അത്രയും എടുക്കുക കേട്ടോ. അരി കുതിർത്ത് വെക്കുക. ഞങ്ങൾ ഓവർനൈറ്റ് കുതിർത്താണ് വെക്കുന്നത്. അതായത് ഇപ്പം നാളത്തേക്കാണ് പത്തിരിയെങ്കിൽ ഞങ്ങൾ ഇന്ന് രാത്രി കുതിർത്ത് വെക്കും അരി. അപ്പോൾ ഇന്ന് രാത്രി കുതിർത്ത് വെച്ചിട്ട് പിറ്റേന്നാൾ രാവിലെ എടുത്തിട്ട് ഇതിനെ ഗ്രൈൻഡറിലിട്ട് നല്ലപോലെ അരയ്ക്കണം. ടീച്ചറിൻ്റെ വീട്ടിൽ ഗ്രൈൻഡർ ഇല്ലാത്തതുകൊണ്ട് മിക്സിയിലിട്ട് അരച്ചു. ദാറ്റ്സ് ഓൾസോ ഫൈൻ. മിക്സിയിലിട്ട് അരയ്ക്കാം നിങ്ങൾക്ക്. എന്നിട്ട് അരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ടർക്കിയിൽ, വൈറ്റ് ടർക്കിയിൽ ഇതിങ്ങനെ ഒഴിക്കുക. നല്ലപോലെ വെള്ളം പോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിന് അതിൻ്റെ അകത്തുള്ള ഈർപ്പമൊക്കെ വറ്റിച്ചെടുക്കണം. ഒരു പേസ്റ്റ് പോലെ, നമ്മൾ പൊടി കുഴച്ച പേസ്റ്റ് പോലെ ഉണ്ടാക്കണം. എനിക്കറിയാം നിങ്ങളുടെ ഇവിടെയൊക്കെ അരിപ്പൊടി കുഴച്ചിട്ട് ഇങ്ങനെ ചപ്പാത്തി പോലെ പരത്തിയെടുക്കുകയാണ്. അതല്ല ഞങ്ങളുടെ പത്തിരി ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഭയങ്കര ടേസ്റ്റിയാണ്. പിന്നെ തേങ്ങാപ്പാൽ നിങ്ങൾ അടുത്ത് തന്നെ വെക്കണം പത്തിരി ചൂടാൻ നേരത്ത്. ഓക്കെ, അപ്പോൾ ബാക്കി പത്തിരിയുടെ വിശേഷം നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ ഈ മിക്സിയിലിട്ട് അരച്ചിട്ട് അതിങ്ങനെ ഒഴിച്ച് വെച്ചേക്കുകയാണ്. അതിൻ്റെ ഉള്ള വെള്ളമൊക്കെ ഇങ്ങനെ വറ്റാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലൊരു പാട്ടീല പറഞ്ഞിട്ടൊരു ഇലയുണ്ട്. ആ ഇലയിലാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ. പക്ഷേ ഇവിടെ പാട്ടീല വാസ് നോട്ട് അവൈലബിൾ. സോ വി ആർ ഡൂയിങ് ഇറ്റ് ഓൺ എ ബനാന ഇല. ഓക്കെ ഗായ്സ്, ലുലു ഫ്രൂട്ട് വന്ന് നോക്കൂ. ഫേസ്ബുക്കിലൊക്കെ അല്ല, ഗൂഗിളിൽ അടിച്ചു നോക്കിയിട്ടാണ് അതിൻ്റെ പേര് മനസ്സിലായത്. വഴുതന പോലെ ഉണ്ടാവും. അത് അവിടെ ഉണ്ട്. ഞാൻ കരുതിയത് വഴുതനയാണ്. അയ്യോ, ഇതിന്റെ മേലെ കുത്തുന്നുണ്ട് ഗൈസ്. പ്രിക്ലി നമുക്ക് കഴിച്ചു നോക്കാം. എന്നെ കോലത്തിൽ കാണും. അല്ല, കൈ മാത്രമേ കാണൂ. ഇത് ശരിക്കും പഴുത്തില്ല, അതുകൊണ്ടാ. നന്നായി പഴുത്തു കഴിഞ്ഞാൽ മധുരമാണോ? ഒരു പുളിയും ഇതുണ്ടോ, ഇങ്ങനെ പഴുപ്പ് കുറവായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഇതുണ്ടോ. ഞാൻ കരുതി വല്ല പച്ചക്കറി കാണുന്നു. നന്നായി പഴുത്താണെങ്കിൽ ഇങ്ങനെ നല്ല വേഗം പോരും. ഇതിപ്പോൾ ലുലോ ഫ്രൂട്ട് കുറേ പേരുകളുണ്ട്. എനിക്ക് ഓർത്തിരിക്കണത് അത് മാത്രമേ ഉള്ളൂ. അതിങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ, ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ്. ഇതറിയില്ല ആർക്കും എന്താന്ന്. വഴുതനയാണെന്ന് തോന്നുമായിരുന്നു. എല്ലാവരും വഴുതന എന്ത് വലിയ വഴുതന. ഇവിടെ ഫ്രണ്ടിലായിരുന്നു ഉണ്ടായിരുന്നു ആദ്യം. എനിക്കറിയില്ല. ഗൈസ്, ഇതാണ് ആ ലുലോ ഫ്രൂട്ട്. സ്മെല്ലിക്കാൻ പാടില്ല എന്നാ, പക്ഷെ ലൈക്ക് നിങ്ങളോട് പറയണ്ടേ. ഇതിനില്ല, ഒരു മൈലാഞ്ചിയുടെ സ്മെല്ലുണ്ട്. മധുരവും പുളിപ്പൊക്കെയാ. ദിസ് ഈസ് നോട്ട് അപ് ടു മൈ ടേസ്റ്റ്. ഇത് പഴുത്തിട്ടില്ല. നല്ലപോലെ പഴുത്ത് കിട്ടി നമുക്ക് നോക്കാം. ഇതാണ് ഗൈസ് നമ്മൾ അരി ഇതാക്കിയത്. ഇത് കണ്ടോ, ഇത് തുണിയാണ്. അയ്യോ, ഇത് ഭയങ്കര ലൂസാ. കുറച്ചുകൂടെ പോണം. ചാക്ക് ഉണ്ടാവോ ടീച്ചറെ? ചാക്ക്. അരി അരിച്ചിട്ട് ബാക്കി നമ്മളിങ്ങനെ കൈ കൊണ്ട് എടുത്തു കഴിഞ്ഞിട്ട് കയ്യിൽ കുറച്ച് ബാക്കി ഉണ്ടാവല്ലോ, ഇതേ ഇങ്ങനെ മുഖത്തോട്ടങ്ങ് ഇടുക. കൊറിയൻ സ്കിൻ കെയർ, ഗ്ലാസ് സ്കിൻ. ഓക്കെ, ഇതുപോലെയുള്ള ടർക്കിയിൽ മാത്രമേ ഇടാവൂ. അല്ലെങ്കിൽ ഇത് ഈർപ്പം പോകാൻ കുറേ ടൈം എടുക്കും. ടർക്കിയിലാണെങ്കിൽ നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് കാര്യം സാധിക്കും. ഇത് കണ്ടോ, ഇത് ഇനിയും വറ്റാനുണ്ട്. മിക്സിയിൽ അരച്ചുകൊണ്ടാട്ടോ ഇതിങ്ങനെ. ഗ്രൈൻഡറിലാണ് ഇങ്ങനെ. ഇത് നമ്മുടെ മോച്ചിയുടെ കൺസിസ്റ്റൻസി ആയിപ്പോയി. വെള്ളം പോകാത്ത കാരണം നമ്മളിങ്ങനെ ഉരുട്ടി വെച്ച് വെള്ളം കളയാൻ പോവാട്ടോ. മിക്സിയിൽ അരച്ചുകൊണ്ട് വെള്ളം പോവാത്ത കാരണം ചൂടായിപ്പോയി മാവ്. അതുകൊണ്ട് ഗ്രൈൻഡറിൽ അരക്കാട്ടോ. ഉരുട്ടി വെക്കുന്നു ഗൈസ്.
ഇങ്ങനെ വരാൻ പാടില്ല. നമ്മൾ കൈ ഇങ്ങനെ വെച്ചാൽ കൈ തനിയെ ഇങ്ങനെ വരണം, ഇങ്ങനെ പറ്റാൻ പാടില്ല. ഓക്കെ, അങ്ങനെ അതാണ് കൺസിസ്റ്റൻസി. ഇങ്ങനെ നമ്മൾ കവർ വെക്കണം. അരി ചൂടായ വെന്തു. നിങ്ങളെ എങ്ങനെയായാലും മുഖം കാണുന്നില്ലേ? അക്കാറിന് വേണ്ടിയിട്ടാണ് വേണ്ടി ഇതൊക്കെ അവർക്ക് അറിയാവുന്നില്ല. ചപ്പാത്തിക്ക് പറ്റുന്നില്ല. എണ്ണയാവുന്നില്ലല്ലോ അല്ലേ? എണ്ണയില്ലാത്ത വലിയ ചെറുത് നിലത്തൊക്കെ കയറി ഇതൊക്കെ വെക്കരുത്. ഇതുകൊണ്ട് സാരമില്ല. ഉണ്ട വണ്ണം കൊണ്ടുപോയി മനുഷ്യൻ ഓണാക്കാൻ അപ്പുറമെങ്കിലും വെക്കണം. ഞാൻ ഇതുവരെ ഓണാക്കി അടുത്തിട്ടല്ലോ നോക്കാം. അത് കളഞ്ഞ നമ്മളിരുന്നു ടീച്ചറിന്റെ എന്തോ കൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട്. അത് നോക്കണം. പട്ടിപ്പ് അത് സാരമില്ല. മരുന്ന് ഇടയ്ക്ക് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കണം. ഇതുണ്ട്. അത് മതി, ഇത് മതി. പെട്ടെന്ന് ചൂടെത്തുന്നത് നല്ലത്. എന്നിട്ട് നമ്മളതിൻ്റെ മേലത്തെ ഇല മാറ്റി അത് ആ കറക്റ്റ് സമയത്ത് ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചു. വേണ്ടോ പത്തിരി ഇങ്ങനെ വെന്ത് വേണം. ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ചെടുക്കാം. ഓക്കേ, കണ്ടോ? പക്ഷെ മറ്റേ ഇലയിൽ ചുടുന്ന ഒരു ടേസ്റ്റ് വാഴയിലയിൽ ഉണ്ടാവില്ല ഗൈസ്. ഇതൊന്ന് പൊള്ളിക്കല് കഴിഞ്ഞിട്ട് അങ്ങനെ പാലിലിടണം. എടുക്കട്ടെ. എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ എടുത്തിട്ട് ചൂടോടെ ഇതിനാക്കണം. ഇങ്ങനെ ലക്ഷദ്വീപ് പത്തിരി, ലക്ഷദ്വീപ് മീൻ വറ്റിച്ചത്, ടീച്ചറുടെ ചിക്കൻ കറി, പാല്. എനിക്ക് ടീച്ചറിന്റെ അഭിപ്രായമാണ് അറിയേണ്ടത്. നമ്മളിങ്ങനെ പാലൊഴിച്ച് കഴിക്കാം. കുറച്ച് ഈ കറി കഴിക്കണം അല്ലേ? അതിന് ചിക്കൻ എടുക്കാം. നന്നായിട്ടുണ്ട് കേട്ടോ, എനിക്കിഷ്ടമായി ഇത് കറി. മീനൊരു പ്രത്യേക ടേസ്റ്റാ. എനിക്കിത് വേണം. അടിപൊളി. ചിക്കൻ തിരിച്ചുകൂടെ അപ്പോൾ ടീച്ചർക്ക് ചിക്കൻ വേണമെന്നില്ല, നിങ്ങളൊന്ന് കിട്ടിയാൽ അങ്ങനെ പറയല്ലേ. എല്ലാത്തിനും രസമുണ്ട് കേട്ടോ, അടിപൊളി സാധനം. നന്നായിട്ടുണ്ട്. കൊള്ളാവോ? ടീച്ചർ പറഞ്ഞു അടിപൊളി. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല, കറി നല്ല രസമുണ്ട്. ഉണ്ടാക്കിയോണ്ടല്ല, അടിപൊളിയാ. ടീച്ചർ പറഞ്ഞു അടിപൊളിയാണ്. ഉമ്മ എൻ്റെ കറി എങ്ങനെയുണ്ട്? പാപ്പ കംപ്ലീറ്റ് കറി തീർന്നു. മൊത്തത്തിൽ പത്തിരിയും തീർന്നു. കറി കുറച്ച് മുത്തിന് ഉള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വ്ലോഗ് ഇത്രയുള്ളൂ. ടാറ്റ ബൈ.